പറങ്കിപ്പടയ്ക്ക ഇന്ന് ഒരുപക്ഷെ കളത്തിലിറങ്ങേണ്ടിയിരുന്ന ഡിയാഗോ ജോട്ട അദ്ദേഹത്തെ മരണം കവർന്നെടുത്തത് കഴിഞ്ഞ വർഷം ജൂലൈ 3-നാണ്. ക്ലബിനും രാജ്യത്തിനും വേണ്ടി മിന്നുന്ന ഫോമിൽ കളിക്കുമ്പോഴായിരുന്നു അദ്ദേഹത്തിന് അപകടത്തിലൂടെ അദ്ദേഹത്തിന് ജീവൻ നഷ്ടമായത്. ഓർമ്മയിൽ കൂടിയാണ് പോർച്ചുഗീസ് താരങ്ങൾ ഇന്ന് കളത്തിലിറങ്ങുന്നത്. അകലെ എവിടെയോ അവനുണ്ടാവും. പറങ്കിപ്പടയുടെ ഓരോ മത്സരവും ആർപ്പുവിളികളോടെ കണ്ടുകൊണ്ട്. നാളെ ക്രൊയേഷ്യക്കെതിരെയുള്ള പോരാട്ടത്തിന് പോർച്ചുഗൽ ഇറങ്ങുമ്പോൾ ആ മുഖം മനസ്സിലേക്ക് കടന്നു വരാത്ത ഒരാളുമുണ്ടാവില്ല. അത്ര വേഗം അവനെ എങ്ങനെ മറവിക്ക് വിട്ടുകൊടുക്കാനാകും? 1 വർഷം മുൻപുള്ള ഇതേ ദിവസം ആനന്ദത്തിൻ്റെ അങ്ങേ തലയ്ക്കലായിരുന്നു ഡിയോഗോ ജോട്ട. ഹൃദയത്തിൻ്റെ ഒരു പാതിയിൽ ഫുട്ബോളിനെയും മറുപാതിയിൽ പ്രണയിനി റൂത്ത് കാർഡോസോയെയും സൂക്ഷിച്ചിരുന്നവനാണ് ജോട്ട. തൻ്റെ ക്ലബ്ബായ ലിവർപൂൾ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ജേതാക്കളായിരിക്കുന്നു. പോർച്ചുഗലാകട്ടെ യൂറോ ചാമ്പ്യന്മാരും. ഒരു പതിറ്റാണ്ടിലെ പ്രണയത്തിനു ശേഷം ദിവസങ്ങൾക്ക് മുൻപ് റൂത്തിനെ തൻ്റെ ജീവൻ്റെ പാതിയാക്കിയിരിക്കുന്നു. സന്തോഷിക്കാൻ ഇതിൽ പരം എന്താണ് വേണ്ടത്? ഒറ്റ നിമിഷം കൊണ്ട് എല്ലാം ഇല്ലാതായി. മത്സരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷങ്ങളിൽ അപ്രതീക്ഷിതമായി റെഡ് കാർഡ് കിട്ടും പോലെ ഒരു വാഹനാപകടം. ജോട്ടയും അനുജൻ ആന്ദ്രേ സിൽവയും എന്നേക്കുമായി യാത്രയായി. തൻ്റെ പ്രിയതമ പങ്കുവച്ച വിവാഹ വീഡിയോ പോലും കാണും മുൻപേയുള്ള മടക്കം. ഇന്ന് പോർച്ചുഗൽ നിരയിലെ കുന്തമുന ആകേണ്ട താരമായിരുന്നു ജോട്ടോ. മധ്യനിരയിലും മുന്നേറ്റ നിരയിലും അവന് വഴങ്ങാത്ത റോളുകൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ ലോകകപ്പിൽ ആ വേഷമാടാൻ വിധി ജോട്ടയെ അനുവദിച്ചില്ല. ജോട്ടയ്ക്കായി ഈ ലോകകപ്പ് നേടുമെന്നാണ് പോർച്ചുഗൽ പരിശീലകന്റെ ഉറപ്പ്. ജോട്ടയും ആ നിമിഷം ഒരുപാട് കൊതിച്ചിട്ടുണ്ടാകും. കളത്തിലില്ലെങ്കിലും ഓർമ്മകൾ കൊണ്ട് ഊർജം പകർന്ന് തൻ്റെ ടീമിനെ കിരീടത്തിലേക്ക് എത്തിക്കാൻ ജോട്ടയുടെ അദൃശ്യ സാന്നിധ്യമുണ്ടാകും. വേൾഡ് കപ്പ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.